നമസ്കാരം. കൃഷ്ണമർമ്മ ഗുരുവിടത്തേക്ക് ഏവരെയും സ്വാഗതം ചെയ്യണം. ഇന്ന് ഒരു മർമ്മസ്ഥാനത്തെക്കുറിച്ചാണ് കാണിച്ചു തരാൻ പോകുന്നത്. നിങ്ങൾക്ക് അത് കണ്ട് നിങ്ങൾ നല്ല രീതിയിൽ പഠിക്കുക, ചെയ്ത് നോക്കരുത് കേട്ടോ. അത് ഗുരുക്കന്മാരുടെ കീഴിൽ വന്നിട്ട് വേണം ഈ പരിശീലനം ചെയ്യാൻ. ഇത് മർമ്മവിദ്യയായതുകൊണ്ട്, മർമ്മ പോയിന്റുകളും മർമ്മ വിത്തുകളും ആയതുകൊണ്ട് നമ്മൾ ഭയങ്കരമായി ശ്രദ്ധിച്ചിട്ട് വേണം ഈ പരിശീലനം ചെയ്യാൻ. ഇത് പഠിക്കാതെ പെട്ടെന്നൊക്കെ നമ്മൾ ചെയ്ത് പരിശീലിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ വലുതാണ്. അത് നമ്മൾ പറയുന്നേക്കാൾ വലുതായിരിക്കും. ഗുരുവിൻ്റെ കീഴിൽ നിന്നിട്ട് വേണം ഈ പരിശീലനങ്ങളൊക്കെ പഠിക്കേണ്ടത്. അപ്പോൾ മർമ്മ വിത്തുകളെ കുറിച്ചിട്ടാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. പാരമ്പര്യ രീതിയിലുള്ള ഒരുപാട് പഴക്കമുള്ളതാണ് ഈ മർമ്മ പ്രഷർ പോയിൻ്റൊക്കെ. ഇമ്പോർട്ടായിട്ടുള്ള ഒരു വിഷയമാണ്. അപ്പോൾ ആ ഇമ്പോർട്ടായ വിഷയം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് നിങ്ങൾ നല്ല രീതിയിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. പെട്ടെന്ന് നമുക്കൊരു അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ കിക്ക് ചെയ്യാനും പഞ്ച് ചെയ്യാനും ഒന്നും അതിന് നേരം കിട്ടില്ല. നമുക്ക് പെട്ടെന്ന് രക്ഷപ്പെട്ടു പോകാൻ പറ്റുന്ന ഒരു ടെക്നിക്കിനെ കുറിച്ചാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അത് എല്ലാ സഹോദരന്മാരും കണ്ടു പഠിക്കുക. ഞാനിതിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഇപ്പോൾ എൻ്റെ സഹോദരന്മാരാണ്. പെട്ടെന്ന് അറ്റാക്ക് ചെയ്ത് കാണിച്ചു കഴിഞ്ഞാൽ ആൾ താഴ്ത്തും, അപ്പോൾ വല്ലാത്ത അവസ്ഥയ്ക്ക് പോകും. അപ്പോൾ അവർക്കൊന്നും ഒരു ശരീരത്തേക്ക് ഒരു പ്രശ്നം വരാൻ പാടില്ല എന്നുള്ള ഉദ്ദേശിച്ചുകൊണ്ടാണ് ഞാൻ സിമ്പിളായിട്ട് ഒന്ന് പറയണമെന്ന് മാത്രം. അപ്പോൾ നമുക്ക് ഒന്നും കൂടി കാണാം. ഇത് നോക്കി ഒന്ന് കൈ പിടിച്ച് ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ തന്നെ ഷർട്ട് കോളറിൽ ഇങ്ങനെ കയറി പിടിച്ചു കഴിഞ്ഞാൽ കൗളിക്കാലം പറഞ്ഞൊരു കൈ തന്നെ ഒരു മർമ്മ പോയിന്റ് ഉണ്ട്. അതിൽ തന്നെ നമുക്ക് തൊട്ട് കഴിഞ്ഞാൽ തന്നെ ഈ ഷർട്ടിൽ നിന്നും വിട്ടുപോകുന്ന രീതി നമ്മൾക്ക് പെട്ടെന്ന് വിടിപ്പിച്ചിട്ട് പെട്ടെന്ന് പോകാൻ കഴിയും. നമ്മൾ സാധാരണ മുറുക്ക് പിടിച്ച് പെട്ടെന്ന് നമ്മൾ ഇങ്ങോട്ട് വലിച്ചു കഴിഞ്ഞാൽ ഷർട്ട് പോകും. ഇല്ലെങ്കിൽ നമ്മളങ്ങനെ ഈ ഷർട്ട് കയറി പിടിച്ചു കഴിഞ്ഞാൽ രണ്ട് തരം വിത്തുകളുണ്ട് ഇതിൽ. അതൊന്ന് കാണിച്ചു തരാം. ഇങ്ങനെ ഷർട്ട് കയറി പിടിച്ചാൽ തന്നെ ഇതെങ്ങനെ ആക്കിയിട്ട് തന്നെ ഇത് ചിലപ്പോൾ വിട്ടുപോയില്ല. ഒന്നും കൂടെ നോക്കിയാൽ നല്ല ബലത്തിൽ പിടിച്ചോ. ഇങ്ങനെ ആക്കിയാൽ തന്നെ ഇനി ഈ ഇവിടെ കൊണ്ട് തന്നെ ഇതെങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ഷർട്ടിൽ നിന്നും കൈ വിട്ടുപോകുകയും നമ്മൾക്ക് പെട്ടെന്ന് രക്ഷപ്പെട്ടു പോകാം. ഒന്നും കൂടി അതിൻ്റെ ബേസിക്കൽ വേറെ ഒരു ഇതും കൂടി കാണിച്ചു തരുന്നതായിരിക്കും. ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ തന്നെ ഈ മർമ്മ ഭിത്തികളിൽ നമ്മൾ ഈ കൈ കൊണ്ട് ഇങ്ങനെ ബാക്കി പിടിച്ച് ഇങ്ങനെ പിടിച്ചാൽ തന്നെ എന്താണ് തൊട്ടാൽ തന്നെ അദ്ദേഹം പെട്ടെന്ന് വിട്ടുപോകും. പിന്നെ നമുക്ക് വേണമെങ്കിൽ മോപ്പീസിലോ ശരീരത്തിൽ ഏത് ഭാഗത്ത് വേണമെങ്കിലും മർമ്മപ്രയോഗം ചെയ്യാൻ പറ്റും. ഞാനിത് കാണിച്ചു തരുന്നത് ഈ പരിശീലനത്തിൽ മർമ്മ പോയിന്റ് പ്രഷർ പോയിൻ്റൊക്കെ ഇത് ഇമ്പോർട്ടായിട്ട് ഒരു വിഷയമാണ്. അതിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പോൾ ഞാനിത് കാണിച്ചു തരുന്നത് നിങ്ങൾ കണ്ട് നല്ല രീതിയിൽ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് കാണിച്ചു തരുന്നത്. ഇത് ഗുരുവിൻ്റെ കീഴിൽ വന്ന് പരിശീലിച്ചാൽ മാത്രമേ ഇത് നമ്മൾക്ക് ഇമ്പോർട്ടായിട്ട് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. ഇല്ലാതെ കാണുമ്പോൾ തന്നെ നമ്മൾക്കിത് ചെയ്തു നോക്കാമെന്ന് പറഞ്ഞാൽ അത് ശരീരത്തിൽ പല ശരീരഭാഗങ്ങൾക്ക് പ്രശ്നങ്ങൾ വരാൻ സാധ്യതയില്ല. അപ്പോൾ ഞാൻ നിങ്ങൾക്കിത് കാണിച്ചു തരുന്നത് നല്ല രീതിയിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഒന്നും കൂടി ഞാൻ അതിൻ്റെ ബേസിക്കൽ ഒന്നും കൂടി കാണിച്ചു തരാം. ഒന്ന് കയറി പിടിച്ച് വേണ്ട ഈ കൈ കൊണ്ടൊന്ന് രണ്ട് കൈ കൊണ്ടൊന്ന് പിടിച്ച് കഴുത്തിലേക്ക് ഒന്ന് പിടിച്ച് പൊള്ളയിൽ പിടിച്ചോ. ഇങ്ങനെ പിടിച്ചാൽ തന്നെ നമുക്ക് ഇങ്ങനെ പെട്ടെന്ന് പിടിച്ചു കഴിഞ്ഞാൽ ഷർട്ടിലും ഈ ഇങ്ങനെ കഴുത്തിൽ കയറി പിടിച്ചാൽ തന്നെ ഇതിന് നമുക്ക് പെട്ടെന്ന് രക്ഷപ്പെടണം. ഈ ഇങ്ങനെ തട്ടിക്കൊണ്ട് ഈ കൈയും നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ കീഴ്പ്പെടുത്താൻ പറ്റും. കണ്ട ഇനി ആ കൈ കൊണ്ട് അടിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് വേറൊരു മർമ്മപ്രയോഗം ചെയ്താൽ തന്നെ പെട്ടെന്ന് 90 സെക്കൻഡിൽ നമുക്ക് രക്ഷപ്പെട്ടു പോകാൻ പറ്റുന്ന ഒരു ബേസിക്കിലാണ് ഇപ്പം നിങ്ങൾക്ക് കാണിച്ചു തന്നത്. എല്ലാവർക്കും നമസ്കാരം.